ഈ തെരഞ്ഞെടുപ്പിലെ കൊട്ടിക്കലാശം നാളെയാണ്. ഇതുവരെ ഏതാണ്ട് 2 മാസക്കാലമായി സംസ്ഥാനത്ത് വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ താരപ്രചാരകൻ ആരെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നായിരിക്കും ബഹുഭൂരിപക്ഷം പേരും ഉത്തരം പറയുക. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി എത്തി. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ നിന്നാണ് മുഖ്യമന്ത്രി പ്രചാരണം ആരംഭിച്ചത്. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 3 പൊതുപരിപാടിയിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. അങ്ങനെ 20 മണ്ഡലങ്ങളിലായി 60 പൊതുപരിപാടികൾ. വൻ ജനക്കൂട്ടമാണ് മുഖ്യമന്ത്രിയെ കേൾക്കാനായി ഓരോ യോഗസ്ഥലത്തേക്കും എത്തിയത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്ത് ചർച്ച ചെയ്യണം എന്ന അജണ്ട സെറ്റ് ചെയ്തതും മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. മറ്റുള്ളവർ അത് പിന്തുടർന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുത്തതും അത് നടപ്പാക്കിയതും ആരെന്ന് ചോദിച്ചാൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയുമായിരുന്നു പിണറായി വിജയൻ്റെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയേണ്ടി വരും. സംസ്ഥാന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കോ UDF നേതാക്കന്മാർക്കോ കാര്യമായി ഇവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പലവട്ടം നേരിട്ട് ഏറ്റുമുട്ടി. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്രമിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ വിമർശനവും മുഖ്യമന്ത്രിക്ക് നേരെ മാത്രമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസും കുടുംബാംഗങ്ങളുമെല്ലാം പ്രധാനമന്ത്രി ആരോപണമായി ഉയർത്തി. എന്നാൽ രാഷ്ട്രീയമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി പറഞ്ഞത്. പൗരത്വ ഭേദഗതി വിഷയവും കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങളും വർഗീയ രാഷ്ട്രീയവും ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രി തിരിച്ചടിച്ചത്. സാമ്പത്തിക കാര്യങ്ങളിൽ കേരളത്തെ തകർക്കാനാണ് കേന്ദ്രത്തിൻ്റെ നീക്കമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. പല പ്രാവശ്യം മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങളും തെളിവ് സഹിതം പൗരത്വ ഭേദഗതി വിഷയത്തിലായാലും അതുപോലെ തന്നെ കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കത്തിനെതിരെയായാലും ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെയും അതിശക്തമായി തന്നെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തെ പൗരത്വം നൽകുന്നത് ഒരിക്കലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാണ് എന്നതാണ് മുഖ്യമന്ത്രി എല്ലാ തെരഞ്ഞെടുപ്പ് വേദിയിലും ആവർത്തിച്ച് പറഞ്ഞത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരമായ ഒരു രീതിയുണ്ട്, മതേതരമായ ഒരു ഭരണഘടനയുണ്ട്. നമ്മൾ ഈ കാലം ഇത്രയും ശീലിച്ചു വന്ന പരസ്പര സാഹോദര്യവും സ്നേഹവുമുണ്ട്. അതിൻ്റെ ആകെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലാണ് ഈ രീതിയിലൊരു പൗരത്വ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുകയും അതിൻ്റെ പേരിൽ 2 തട്ടിലാക്കുകയും ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കരസ്ഥമാക്കി അധികാരത്തിലെത്തുകയും ചെയ്യുക എന്ന തന്ത്രത്തിന് പൗരത്വ ഭേദഗതി നിയമം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഏറ്റവും വലിയ വിമർശനമായി ഉയർത്തിക്കൊണ്ടുവന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുമായും മുഖ്യമന്ത്രി ഏറ്റുമുട്ടി. രാഹുലിനെതിരെ വളരെ ശക്തമായി തന്നെയാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. വിമർശനം ഇതായിരുന്നു: പൗരത്വ ഭേദഗതി വിഷയത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിക്കുന്നില്ല? അതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. വ്യക്തിപരമായി ഒരു ആരോപണവും രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ചോദിച്ചത് പൗരത്വ ഭേദഗതി വിഷയത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് ഈ വിഷയം ഉൾപ്പെടുത്തിയില്ല? ഇത് മുഖ്യമന്ത്രി നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിന് രാഹുൽ ഗാന്ധി വളരെ വ്യക്തിപരമായ മറുപടിയാണ് നൽകിയത്. മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ജയിലിൽ അടച്ചില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഒരു പൊതുയോഗത്തിൽ ചോദിച്ചത്. പക്ഷേ ആ വിഷയം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ വളരെ വിവാദമാകുന്ന തരത്തിലേക്ക് പോയി. അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ട് മുഖ്യമന്ത്രി മറുപടി നൽകി. അദ്ദേഹം രാഹുലിനൊരു പഴയ പേരുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിശക്തമായ തിരിച്ചടിയാണ് നൽകിയത്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി വരെ ഇടപെട്ടു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ പ്രസംഗിച്ചു. അങ്ങനെ ചുരുക്കത്തിൽ ദേശീയ നേതാക്കളുമായിട്ടായിരുന്നു ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റുമുട്ടൽ. സംസ്ഥാന തലത്തിലെ നേതാക്കൾക്കൊന്നും അദ്ദേഹത്തിന് കാര്യമായ ഒരു മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്
ആണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്തായാലും കൊണ്ടും കൊടുത്തും ഈ തെരഞ്ഞെടുപ്പിൽ താരമായി നിൽക്കുകയും വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കുകയും ചെയ്തത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. നമ്മൾ ഓരോ പൊതുയോഗവും എടുത്തു നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. പതിനായിരക്കണക്കിന് ജനങ്ങളെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ജനങ്ങളുടെ വിഷയങ്ങൾ അദ്ദേഹം കണ്ടു, ജനങ്ങളുമായി സംവദിച്ചു, പാർട്ടി നേതൃത്വവുമായി സംവദിച്ചു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ താരം ആര് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്.